ഹായ് വിവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങണ തന്നെ കുഞ്ഞിൻ്റെ കരച്ചിലാണല്ലേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞോളേന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഫാത്തിമ മറിയം എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഫാത്തിമ എന്നും വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോള് എന്താ പറയുക, എൻ്റെ കൂടെ എണീറ്റ് പോരും കേട്ടോ. ഞാൻ എണീക്കണേൻ്റെ ഒപ്പം തന്നെ അവൾ എണീറ്റ് പോരും. എന്നിട്ട് കരച്ചിലാണ്, ആൾ നിലത്ത് കിടക്കത്തേ ഇല്ല കേട്ടോ. മൂത്ത കുട്ടികളെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവർ കുളിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ വാപ്പ എണീക്കുമ്പോൾ തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് അങ്ങ് വെക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എണീക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കുളിക്കാനായിട്ട് പോയേക്കാണ്. അവർക്ക് 6:30 മദ്രസ ഉണ്ട് കേട്ടോ. പിന്നെ അവർ 6:30 പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുള്ളൂ കേട്ടോ. ഇന്ന് അതുമാത്രമല്ല, സ്കൂളിലും പോകാനുണ്ട്. അതുപോലെ തന്നെ ഇക്കാക്കും ഇന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം കൊച്ചിനെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കാനൊക്കെ നോക്കി, പക്ഷേ ആൾ ഉറങ്ങണില്ല. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ കരയുമ്പോൾ നമ്മളങ്ങനെ കിടത്താറില്ല, നോക്കി നിൽക്കാറൊന്നുമില്ല കേട്ടോ. കാരണം ആൾ ചുമച്ച് പിന്നെ ശരസിലൊക്കെ കയറുകയൊക്കെ ചെയ്യും. ഒരുപാട് നേരം കരയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം നമ്മൾ കുഞ്ഞിലേ മുതൽ അങ്ങനെ ഒരുപാട് നേരമൊന്നും കരയിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ആൾ നിലത്ത് കിടക്കും. ചില ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ പകൽ കിടക്കില്ല കേട്ടോ, രാവിലെ തന്നെ കിടക്കത്തില്ല. അപ്പോൾ ഇക്ക അടുക്കളയിലേക്ക് വന്നിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു കിടക്കുവാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചിനെ കരയിച്ചിട്ടൊന്നും പണിയെടുക്കാനൊന്നും നമ്മളെ വീട്ടിൽ ഇക്ക നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. ആഹാരം എങ്ങനെയൊക്കെ പാചകം ചെയ്യാൻ പറയും, അത് മാത്രമേ പറയാറുള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോഴേക്കും മുഹമ്മദ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് കൊണ്ടുപോയിട്ടോ. കാരണം 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾക്ക് അംഗൻവാടിയിലൊക്കെ പോകണം. അപ്പോൾ ഞാൻ അതേ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ തലേന്ന് ഞാൻ മീൻ നന്നാക്കിയിട്ട് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പിള്ളേർക്ക് സ്കൂളിൽ വറുത്ത് കൊടുത്തൊക്കെ വിടാനായിട്ട്. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ പാലും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് കീറി നമുക്ക് ഗ്രീൻ പീസ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് കറി ഞാൻ എപ്പോഴും തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രീൻ പീസ് കറി വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇതേ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഗ്രീൻ പീസ് കറി ഇതേ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ കുഞ്ഞിവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ മൂത്താൾ മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ എടുത്തിട്ട് പോയി. അവനും അതുപോലെ തന്നെ അയാനും, മൂത്താളുടെ പേര് സാലിം എന്നാണ്. സാലിമും അയാനും മദ്രസ കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇനി ചായക്കുള്ളത് റെഡിയാക്കി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഗ്രീൻ പീസ് ഒന്നും റെഡി ആയിട്ടില്ല. കാരണം ഇന്ന് കുറച്ച് ലേറ്റായി, കൊച്ചു സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളപ്പണിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ തലേന്ന് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതേ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം ചുട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കറി നോക്കി നിൽക്കണില്ല കേട്ടോ, അതാവുമ്പോഴേക്കും സമയമാവും. അപ്പോൾ നമുക്ക് ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പ് ചേർത്ത് വെക്കാം കേട്ടോ. നമ്മളിത് മൊത്തം ഇന്ന് എടുക്കുന്നില്ല, ഏകദേശം ഒരു 3 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതേ വാപ്പ എണീറ്റപ്പോൾ തന്നെ കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മധുരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ, കോഫി ആണെങ്കിലേ കുടിക്കാറുള്ളൂ. അപ്പോൾ അതെനിക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് പാൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ്. ഞാൻ സെയിം അളവിൽ വെള്ളം ചേർത്തിട്ടാണ് ചായ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഡെയിലി പാല് വാങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പാല് തന്നുകൊണ്ടിരുന്ന വീട്ടിലെ പശുവിനെ വിറ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാല് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം വരുമ്പോൾ മിൽമയിൽ പോയിട്ട് അല്ലെങ്കിൽ പാൽ സൊസൈറ്റിയിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. എന്നും പാല് വീട്ടിൽ വാങ്ങി കഴിയുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ വലിയ മീച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചുമ്മാ തിളപ്പിച്ച് കളയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കാണെങ്കിലും ഇഷ്ടമൊക്കെയാണ്.
അപ്പം ഞാൻ ദേ അവിടെ അപ്പമൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ. അവിടെ പിള്ളേർക്ക് അപ്പമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ല എന്താ പറയുക ഓട്ടയൊക്കെ ഉള്ള നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. ഇത് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം എല്ലാ അടുപ്പിലേക്കും ഞാൻ ഓരോ ഡിഷും അങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരിടത്ത് അപ്പം വെച്ചിട്ടുണ്ട്, ഒരിടത്ത് നമ്മൾ പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് പോവാതെ നോക്കണം. അപ്പോൾ ഞാൻ ദേ അത് ഏകദേശം തിളച്ച് വന്ന സമയം കൊണ്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ദേ തൊട്ടടുത്തുള്ള ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് തലേന്ന് ഞാൻ കുറച്ച് എല്ലും കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ, അതൊന്ന് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലും കപ്പയൊക്കെ പിറ്റേന്നത്തേക്ക് ചൂടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഞാൻ എല്ലും കപ്പയാണ് രാവിലെ കൊടുക്കുന്നത്, പിള്ളേർക്ക് അപ്പവും കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പീസ് കറി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ മീൻകറിയുടെ ചാറ് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് മീൻ ചാറ് ഒഴിച്ച് കൊടുത്ത് ഇന്ന് അപ്പം കഴിക്കാനായിട്ട് കൊടുക്കണേ. സാലിയും അയാനും അപ്പം കൊണ്ട് ഹാളിലേക്ക് ചെന്നപ്പോൾ മുഹമ്മദ് അന്വേഷിച്ച് വന്നേക്കാണ് കേട്ടോ, എനിക്കില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും ദേ പാൽ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇടാതെ ഒരു കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ളതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മീൻകറി ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു, ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ചീത്തയാവാതെയൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഡയറ്റല്ല, എന്നാലും ഷുഗർ മാത്രമായിട്ട് ആൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് ഷുഗർ മാത്രം ഒഴിവാക്കിയിട്ടൊക്കെ ഒരു ഡയറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആൾ ധൃതി പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലും കപ്പയും ചൂടാക്കിയത് ആളെടുത്തിട്ട് കഴിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ബാക്കിയുള്ള പാൽച്ചായയിലേക്ക് ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പിള്ളേർക്ക് പോകാനും സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ അത് ഫാനിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി വെക്കാണ്. പിന്നെ അതേ ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകറിയാണ് കൊടുത്ത് വിടുന്നത്. അപ്പോൾ ചോറിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കണേ. ഞാനിവിടെ കറിപ്പാത്രത്തിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ സാലി അത് എടുക്കാറേ ഇല്ല കേട്ടോ. പിറ്റേന്നൊക്കെ ഞാൻ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ആ കറി പാത്രത്തിൻ്റെ അകത്ത് ആ കറി അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെപ്പറേറ്റ് കറി കൊടുത്ത് വിടണ്ട, ചോറിലേക്ക് തന്നെ കൊടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറിൻ്റെ ഒപ്പം തന്നെയാണ് കറികളും ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ അതേ അയാനുള്ളത് അയാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് എന്നും ഈ ഒരു ക്ലോത്ത്, നമ്മുടെ ടിഫിൻ ബോക്സ് പൊതിഞ്ഞ് കൊടുക്കുന്ന ക്ലോത്ത് ഞാൻ ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്നു. മീഷോന്ന് ഞാനൊരു 14 എങ്ങാണ്ട് മേടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ 6 ഉണ്ടാവും കേട്ടോ. ഇവർ ഡെയിലി ഇത് കൊണ്ടുപോകണുണ്ട്, ഇത് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി കളയണതെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ തലേന്ന് രാത്രി മസാലയൊക്കെ പറ്റി മീൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറുത്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു സമാധാനമല്ല കേട്ടോ, അന്ന് ആകെ മീൻകറി മാത്രമേ കൊടുത്ത് വിടാനുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പോകണ സമയമാകുമ്പോഴേക്കും മീൻ വറുത്തത് പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ അങ്ങ് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം വേണോ? കപ്പ ഓ ആ താങ്ക് യു. അപ്പോൾ അതേ മുഹമ്മദ് വന്ന് ചായ എടുക്കാനുള്ള ഗ്ലാസ്സൊക്കെ മേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് 3 പേർക്കുള്ള ഗ്ലാസ്സായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ദേ നമ്മുടെ മീൻകറി ചൂടായിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ. ഇക്കാക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ തവണ മീൻകറി ഉണ്ടാക്കിയിട്ട്. പിന്നെ ദേ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. എനിക്കും അനിയനുള്ള ചുട്ട് വെച്ചേക്കണെയാണ് വാപ്പാക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇക്ക അപ്പ കൊണ്ടുപോകണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് വേണ്ടിയിട്ടൊരു 3 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരപ്പം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആ വേസ്റ്റിൽ ഇട്ടേക്കണത് കേട്ടോ. അങ്ങനെയൊക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നുമൊക്കെ പോകും കേട്ടോ. പിന്നെ അതേ ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കണതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ചേർക്കണതാണ്. എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ഗ്രീൻ പീസും വേവിച്ചത് ഇട്ട് കൊടുക്കാം. സമയം കൊണ്ട് തന്നെ നമ്മുടെ മുഹമ്മദ് ചായ കുടിച്ചിട്ടുണ്ട്. ഇക്ക എന്താ പറയുക വാരി കൊടുത്തിട്ടുണ്ടാവും. ഇക്ക ഉള്ളപ്പോൾ മുഹമ്മദിൻ്റെ കാര്യം എന്താ പറയുക നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പിള്ളേർ സാലിമാണെങ്കിലും അയ്യാനാണെങ്കിലും ചായയൊക്കെ കുടിച്ച് അവർ റെഡിയായി പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി നിൽക്കണേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കാണ് കേട്ടോ
കേട്ടോ ചെയ്യണത്, ബസ്സിലല്ല വിട്ടേക്കുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ, നമ്മൾ ബസ്സിൽ വിടാനുള്ള ദൂരമൊന്നുമില്ല, കൊണ്ടുവിടാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിന് വിടാറില്ല. ഇനിയിപ്പോൾ ബസ്സിന് വിടാമെന്ന് വെച്ചാൽ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ഉണ്ട് റോട്ടിലേക്ക് നടക്കാനായിട്ട്. മുക്കാൽ ഭാഗം നമ്മൾ റോട്ടിലേക്ക് നടക്കണം, എന്നിട്ടാണ് പിന്നെ സ്കൂളിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ ഇക്ക ഉള്ളപ്പോൾ ഇക്കായാണ് കൊണ്ടുവിടുന്നത്. അല്ലാത്ത സമയത്ത് വാപ്പായോ അല്ലെങ്കിൽ അനിയനോ ആണ് കേട്ടോ കൊണ്ടുവിടാൻ. അപ്പോൾ ഞാൻ കുട്ടിയായതുകൊണ്ട് ഞാൻ കൊണ്ടുവിടുന്നില്ല എന്നുള്ളൂ, ഞാൻ തന്നെയായിരുന്നു കൊണ്ടുവിട്ടുകൊണ്ടിരുന്നതൊക്കെ. സാലി കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിയിട്ടാണ് കേട്ടോ പോയത്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ കുഞ്ഞോള് പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ആളിതേ ഇവിടെ ഉറക്കിക്കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. ഇതുപോലെ പുതച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കിടക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കട്ടെ. ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു പോയത്, അവരെ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതേ വേവിച്ച് ഗ്രീൻ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രാധ ചേച്ചി, നമ്മുടെ നെയ്ബർ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, രാധ ചേച്ചി കുറച്ച് അരിപ്പായസമാണെന്ന് തോന്നുന്നു കേട്ടോ, പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് എന്താ പറയുക മധുരം കഴിച്ചു നോക്കാണ് കേട്ടോ. ഏകദേശം നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത പൊടികളൊക്കെ ഞാൻ എടുത്ത് തിരിച്ച് അതേ പാത്രത്തിലെടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഉച്ചത്തേക്ക് മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കറി വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ തലേന്ന് രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതേ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ പകർത്തി ഒഴിക്കുകയാണ്. അതുപോലെ തീർന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഓരോ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ ആദ്യം തന്നെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ട് നമ്മുടെ കറിവേപ്പിലയൊക്കെ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ബാലൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉച്ചത്തേക്ക് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഏകദേശം 2 ദിവസത്തിനുള്ളത് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസത്തിനുള്ളത് ഒന്നിച്ച് അരച്ച് വെക്കാൻ കേട്ടോ. എന്നൊന്നും നമുക്കിനി സമയമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് രാവിലെ തന്നെ മാറ്റാണ് കേട്ടോ, അല്ലെങ്കിൽ ഇരിക്കുന്തോറും പുളി അങ്ങ് കൂടും. അപ്പോൾ ഇതേ ഞാനിവിടെ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബാലൻസ് സവാള ഞാനിവിടെ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണതാണ് കേട്ടോ. ചോപ്പറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പറ്റും, അതുപോലെ ഒരേ ലെവലിനും വളരെ നൈസായിട്ടും അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാള എടുത്തേക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചീര തോരൻ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. ഇന്ന് പിള്ളേർക്ക് ഇതൊന്നും കൊടുത്ത് വിടാൻ പറ്റിയില്ല, നമുക്ക് സമയം ഒരുപാട് ലേറ്റായി പോയല്ലോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേ സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇടിച്ച മുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചീര ഇട്ട് കൊടുക്കാം. ഞാൻ ചീരയും ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ആ തണ്ടൊക്കെ കൃത്യമായിട്ട് അരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതേ ഇക്ക ഇവിടെ വാഴയിലൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇക്ക ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോകണില്ല, അപ്പവും അതുപോലെ തന്നെ മീൻകറിയാണ് കേട്ടോ കൊണ്ടുപോകണം. അപ്പോൾ ഇക്കക്ക് അപ്പവും മീൻകറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇക്ക ഉച്ചത്തേക്ക് ഇതാണ് കൊണ്ടുപോകണത്. അപ്പോൾ അത് പൊതിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ വാഴയിലയിൽ. ഇനിയിപ്പോൾ അതേ ചീരയിലേക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ ദേ വേഗം തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിരവ അതേ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നടക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ, മരത്തിൻ്റെയാണ്. ആദ്യം നമുക്കൊരു ഇരുമ്പിൻ്റെ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിലൊട്ടും ഇങ്ങനെ എന്താ പറയുക മൂർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ അത്. ഇനി ഇതേ ആ തേങ്ങ ചിരകിയത് ഞാൻ ചീരയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ്. ചീര ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയം കൊണ്ട് തന്നെ റെഡി ആവും കേട്ടോ. ഈ സമയത്ത് ഇതേ അനിയൻ വന്ന് അപ്പവും കറിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ വിളമ്പിയൊന്നും കൊടുക്കാറില്ല കേട്ടോ. പാപ്പായും അനിയനും ഒക്കെ ആവശ്യമുള്ളവർ വിളമ്പി എടുക്കലാണ്. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇക്ക വിളമ്പി തരാനൊക്കെ പറയും, അല്ലാത്ത സമയത്ത് നമ്മൾ തിരക്കിലാണെങ്കിലൊന്നും പറയത്തില്ല കേട്ടോ. പിള്ളേരെ കുട്ടികളുടെ ചാനലൊക്കെ വെക്കണുണ്ട് തന്നെ, വലിയ ആൾക്കാരും ചായ കുടിക്കാൻ നേരത്ത് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കണേ. അനിയനാണെങ്കിലും വാപ്പായാണെങ്കിലും ഇക്കായൊക്കെ അതൊക്കെ ഇരുന്ന് കാണും കേട്ടോ, അവരൊക്കെ ഇരുന്ന് ചിരിക്കണതാണ്. എന്നിട്ട് അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കണുണ്ട് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എപ്പോഴും ഛർദിയുടെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊച്ചിനെ പോയി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണേ. അപ്പോൾ അതേ ഇക്ക നമ്മളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. പിന്നെ ഒരു കവറിൽ എന്നാന്ന് വെച്ചാൽ സാലിയുടെ സ്കേറ്റിംഗ് ഷൂ ഒന്നും എടുത്തിട്ടില്ല, അന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്
കഴിഞ്ഞിട്ട് വേണം ഇക്കക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ പിള്ളേരും പോയി, ഇക്കയും പോയി. ഇനിയിപ്പോൾ അതേ ഞാൻ ചായ കുടിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ചായക്ക് ഞാൻ അപ്പം ഗ്രീൻ പീസ് കറി അപ്പോഴത്തേക്കും ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ മീൻ കറി അങ്ങനെയൊന്നും താല്പര്യമില്ല കേട്ടോ. ഇനി നമ്മുടെ മുഹമ്മദിനെ അംഗൻവാടിയിൽ വിടണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അനിയനാണ് കൊണ്ടുപോകണത്. ചില സമയത്ത് അനിയൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ വാപ്പ വന്നിട്ടൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക കൊണ്ടുവന്നാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അനിയൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ കൊണ്ടുപോയാക്കിയിട്ടാണ് പോണത്. ഇനിയിപ്പോൾ ഞാനും നമ്മുടെ കുഞ്ഞോളും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് ചായയൊക്കെ കുടിക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് TV ഓഫ് ചെയ്യണം. മുഹമ്മദ് എണീക്കുമ്പോൾ വയ്ക്കണതാണ് കേട്ടോ TV. പിന്നെ അവൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യണേ കേട്ടോ. ഞാൻ TV അങ്ങനെ കാണാറില്ല. ഒന്ന് നമുക്ക് കേബിൾ ഇല്ല കേട്ടോ, നമുക്ക് വൈഫൈ ഉള്ളതുകൊണ്ട് യൂട്യൂബ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ TV കാണാറില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞോളം ഉറങ്ങാണ്, ഇടയ്ക്ക് ഞാൻ പോയി നോക്കിയതാണ്. ഇനിയിപ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് ഒന്ന് പോയി ഓഫ് ചെയ്യണം. എല്ലാ റൂമിലും ഇങ്ങനെ ലൈറ്റ് തെളിച്ചിട്ടിട്ടാണ് എല്ലാവരും പോണത്. അപ്പോൾ ഞാൻ പോയിട്ട് എല്ലാം എന്താ പറയുക ഓഫ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതേ ഉള്ള അഴയക്കൂടെയൊക്കെ തുണിയുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ാണോ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തുണികൾ എനിക്ക് വീട്ടിലുണ്ടാവും. അപ്പോൾ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് നിറച്ചും തുണികൾ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേ സമാധാനത്തിൽ ഞാൻ വന്നിരുന്ന് അപ്പവും പീസ് കറിയും കഴിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കോംബോയാണ് കേട്ടോ, പീസ് കറിയും അതുപോലെ തന്നെ അപ്പവും. അപ്പോൾ അതും കൂടെയും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി ഇപ്പോൾ അതാണ് കേട്ടോ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏത് പാതിരാത്രി ആണെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടക്കുറവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യൽ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്ടക്കുറവും. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നേക്കാണ് കേട്ടോ, അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കാനായിട്ട്. അപ്പോൾ ഇതേ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഞാൻ അവിടെ ഒരു മൂലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒരു കവറിലേക്ക് ആക്കി നിറയ്ക്കണയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാനായിട്ട് വെച്ചേക്കണതാണ്. ഏതായാലും നമ്മൾ 50 രൂപ ഫീസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഓരോ കവറിലാക്കി അവിടെ കെട്ടി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും കേട്ടോ. ഇനി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകിയും കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞോളെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് ആളെ ഫീഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഗ്യാസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വയറിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പ്രഷർ ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് കൊച്ചിൻ്റെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾ ഉറങ്ങി. പിന്നെ ഞാൻ വീണ്ടും കിടത്തിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ തലയണയിൽ ഇങ്ങനെ കയറ്റി കിടത്തിയേക്കണേ എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൊച്ചിങ്ങനെ ഛർദ്ദിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലെവലായിട്ട് കിടത്താറേ ഇല്ല കേട്ടോ, ഇങ്ങനെ പൊക്കിയാണ് കിടത്താറ്. അപ്പോൾ ആൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടത്തിച്ച് വന്നിട്ട് പിന്നെ വീണ്ടും ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ കേട്ടോ. കാരണം ഇത്രയും പേര് കഴിച്ച പാത്രങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം എടുത്തൊക്കെ വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കുഞ്ഞാവയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അങ്ങ് വെച്ചേക്കാണ്.
പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഒരു 2-3 സാധനം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് കത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് കത്തി മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ വായ്ത്തല കളയും കേട്ടോ. വായ്ത്തല കളഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഒന്നും അരിയാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഒന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ വാങ്ങണമെന്ന് വെച്ചാൽ ഒരു 40 രൂപ 50 രൂപ റേറ്റിലുള്ള കത്തിക്ക് മേടിക്കത്തുള്ളൂ. ഒരുപാട് റേറ്റിനുള്ള കത്തിയൊന്നും മേടിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പിള്ളേരത് നശിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഒരു കത്രിക മേടിച്ചിട്ടുണ്ട്. 2 ഞാൻ പോളിഗാർഡിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കണം, കത്തിയും കത്രികയും. കത്രിക മീൻ വെട്ടാനുള്ള കത്രികയാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം നാളായി അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കറി കൊടുത്തു വിടാനായിട്ട് പാത്രമാണ് കേട്ടോ. അപ്പോൾ മാം പറഞ്ഞേക്കണത് അവർക്ക് കറി സെപ്പറേറ്റ് വെക്കണ്ട, അവർ എടുത്ത് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് വിടാറ്. അപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും അതങ്ങ് ചോറിലേക്ക് നമ്മൾ നേരിട്ട് ഒഴിക്കുമ്പോൾ എന്താ പറയുക, അങ്ങോട്ട് ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ കറിപ്പാത്രത്തിൽ കൊണ്ടുപോന്നിട്ട് കറി എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞേക്കണതുകൊണ്ട് തന്നെ ഞാൻ 2 പാത്രം വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ഇവിടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആളെ കുളിപ്പിച്ച് ഇനി സുഖമായിട്ട് ഇനി കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ, രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഞാനും കൊച്ചും എന്താ പറയുക കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റ് ബോക്സിൽ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.